ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ കൂടി എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിച്ചു കൊള്ളുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചില ചിന്തകൾ പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. എഴുത്തുകാരനായ യോഹന്നാൻ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. തുടർന്ന് 14-ാം വാക്യം, ആ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ലോകത്തിൽ അറിയപ്പെടുന്ന ഫിലോസഫികൾ എല്ലാം പറയുന്നത് കാര്യം ദൈവം അതിവിശുദ്ധനാണ്. മനുഷ്യന്റെ ജഡം ഈവിളാണ്, തിന്മയാണ്. പരിശുദ്ധനായ ദൈവത്തിന് തിന്മ വസിക്കുന്ന ഒരു ശരീരം സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ക്രൈസ്തവർ പറയുന്ന ക്രിസ്തു ജഡാവതാരം ചെയ്തു എന്നത് തികച്ചും വിഡ്ഢിത്തരമാണ്. അത് അസാധ്യമാണ്, അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ ശ്രദ്ധിക്കണേ, ദൈവത്തിന് മനുഷ്യനാകുവാൻ സാധിക്കുമോ? ദൈവം മനുഷ്യനായോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ യോഹന്നാൻ പറയുന്ന ഒരു സത്യമുണ്ട്. യോഹന്നാൻ പറയുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇതൊരു പൊതു സത്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് ദൈവം അദൃശ്യനായതിൻ്റെ 3 കാരണങ്ങളുണ്ട്. 1. ദൈവം ആത്മാവായതുകൊണ്ട്. 2. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതുകൊണ്ട്. 3. ദൈവം സ്നേഹം ആയതുകൊണ്ട്. 1. ദൈവം ആത്മാവായതുകൊണ്ട്. കാരണം ആത്മാവിന് ശരീരമില്ല, ആത്മാവിന് അസ്ഥിയില്ല, ആത്മാവിന് രക്തമില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ദൈവം ആത്മാവായതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല, ദൈവത്തെ തൊടാൻ കഴിയുകയില്ല. 2. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന കോടി സൂര്യപ്രഭയുള്ളവനാണ്. 3. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് ദൈവത്തെ കാണാൻ കഴിയുകയില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തെ കാണണമെങ്കിൽ ദൈവം മനുഷ്യനായി സ്വയം വെളിപ്പെടണം. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ മുഖവുരയിൽ തന്നെ പറയുകയാണ്, ദൈവം തന്നെ വെളിപ്പെടുത്തി. എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയത്? അതിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തെ വെളിപ്പെടുത്തുക എന്നതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ അവതാരത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം ഇറങ്ങി വരവ് എന്നാണ്. യേശു തന്നെ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനാണ്. അവതാരമാണ്. ജഡത്തോടുകൂടി രക്തത്തോടുകൂടി നിങ്ങൾക്കും എനിക്കും കാണത്തക്ക വിധം ദൈവം മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ദൈവമായിരുന്ന വചനം മനുഷ്യനായിട്ട് മനുഷ്യന്റെ അടുക്കൽ വന്നു. അതിൻ്റെ 14-ാം വാക്യത്തിൽ വചനം ജഡമായി തീർന്നു. വചനം ജഡമായി തീർന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 2 കാര്യം നാം മനസ്സിലാക്കണം. 1. എഴുതപ്പെട്ട വചനം. 2. അവതരിച്ച വചനം. ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനമാണ് ബൈബിൾ. എന്താണ് ബൈബിളിൻ്റെ പ്രത്യേകത? അത് ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. ബൈബിൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ മാത്രം കാണുന്ന കാര്യമാണ് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ അരുളി ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥം ആണ് ബൈബിൾ. ഒരുപക്ഷെ ബൈബിൾ അറിയാവുന്ന നിങ്ങളിൽ ആരെങ്കിലും ചോദിച്ചേക്കാം, സഹോദര, അത് പഴയ നിയമത്തിൽ മാത്രമല്ലേ അങ്ങനെയുള്ളത്? അവർക്ക് വേണ്ടി പുതിയ നിയമത്തിൽ നിന്നും ഞാനൊരു വാക്യം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യം, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോ അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അവനെ താൻ സകലത്തിനും അവകാശമായി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. പുതിയ നിയമം പുത്രന്റെ അരുളപ്പാടാണ്. അപ്പോൾ പഴയ നിയമം മാത്രമല്ല, പുതിയ നിയമവും ദൈവത്തിന്റെ അരുളപ്പാടാണ്. എഴുതപ്പെട്ട വചനമാണ്. എഴുതപ്പെട്ട അവസ്ഥയിൽ കിടന്നാൽ ഒരിക്കലും മനുഷ്യന് ആ ദൈവവുമായി സമ്പർക്കം പുലർത്താൻ കഴിയുകയില്ല. അതുകൊണ്ട് എഴുതപ്പെട്ട വചനം ജഡമായി തീർന്നു. അതാണ് യോഹന്നാൻ എഴുതി വെച്ചത്. വചനം ദൈവമായിരുന്നു, ആ വചനം ജഡമെടുത്തു നമ്മുടെ ഇടയിൽ പാർത്തു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോൾ സൃഷ്ടാവ് സൃഷ്ടിയായി തീർന്നു.
ദ ക്രിയേറ്റർ ബിക്കം ദ ക്രീച്ചർ. 2. ദൈവം മനുഷ്യനായി തീർന്നു. 3. യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരം, പിതാവ് പുത്രനായി വന്നു. ദ ഫാദർ ബിക്കെയിം സൺ. 4. വചനം ജഡമായി തീർന്നു. ദ വേർഡ് ബിക്കം ഫ്ലഷ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യത്തിൽ എന്തിനാണ് മഹാദൈവം, സൃഷ്ടാവായ ദൈവം, പിതാവായ ദൈവം ഒരു പുത്രനായി, ഒരു മനുഷ്യനായി, ജഡവും രക്തവുമുള്ളവനായി ഈ ലോകത്തിലേക്ക് വന്നത്? യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 56-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള എല്ലാ അവതാരങ്ങളുടെയും ഉദ്ദേശം സംഹാരം എന്നതായിരുന്നു, അല്ലെങ്കിൽ നശിപ്പിക്കുക എന്നതായിരുന്നു. എന്നാൽ വേദപുസ്തകത്തിൽ പറയുന്ന ജഡാവതാരം, സൃഷ്ടാവ് സൃഷ്ടിയായി തീർന്നത്, ദൈവം മനുഷ്യനായി തീർന്നത്, പിതാവ് പുത്രനായത്, വചനം ജഡമായി തീർന്നത് കൊല്ലാനല്ല, മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ ചിന്തകളെ ഞാനിവിടെ നിർത്തുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും, നിങ്ങളുടെ പേര് എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മതം എന്തുമായിക്കൊള്ളട്ടെ, ഇങ്ങനെയൊന്ന് പ്രാർത്ഥിക്കുമോ? പാപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ, പാപത്തിന്റെ ശക്തിയിൽ നിന്നും നിങ്ങളെ രക്ഷിപ്പാൻ ചരിത്രം കണ്ട ഒരേ ഒരു അവതാരം, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുവാൻ എനിക്ക് വേണ്ടി മരിച്ച യേശു, ഞാൻ ജീവിക്കുവാൻ മരിച്ച യേശു, അങ്ങയെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ വന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.